ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അയ്യപ്പേട്ടനെയാണ് കാണിക്കുന്നത്. അയ്യപ്പേട്ടൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്, ഞാൻ തീർത്ഥാടനത്തിന് പോയത് ഇവിടെ ഒരു കുഞ്ഞിക്കാലം ഉണ്ടാകാൻ വേണ്ടിയാണെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, എങ്കിൽ പിന്നെ വെറുതെ ആയി പോയില്ലേ, അതിന് തീർത്ഥാടനത്തിന് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി കേട്ടോ. രേഖയും പ്രിയയും അതുപോലെ തന്നെ അയ്യപ്പേട്ടനൊക്കെ ഞെട്ടിയിട്ട് പതുക്കെ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ മുഖത്തെ സന്തോഷവും തിളക്കവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു, ഏതായാലും എനിക്കെല്ലാം പിടികിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു, അയ്യപ്പേട്ടൻ ഇങ്ങ് വന്നേ, അയ്യപ്പേട്ടനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞ് അയ്യപ്പേട്ടനെ മാറ്റിക്കൊണ്ട് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും രാധികാമ്മ ഇതൊക്കെ കണ്ടിട്ട് കടിച്ചമർത്തി നിൽക്കുകയാണ്. ഇനിയിപ്പം വല്ല കുഞ്ഞിക്കാലും ഉണ്ടെങ്കിൽ തീർന്നില്ലേ, നമ്മുടെ ഗീതുവിന് വല്ല കുഞ്ഞും ഉണ്ടെങ്കിൽ ഇനിയിപ്പം സ്വത്തുക്കളെല്ലാം കൈവിട്ട് പോവുമല്ലോ, അപ്പോൾ ആ ഒരു ടെൻഷൻ കാണുമല്ലോ. അങ്ങനെ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ കലിച്ച് നിൽക്കുന്നു. അപ്പോഴത്തേക്കും പ്രിയ ആണെങ്കിൽ ഗീതുവിനെ വിളിച്ചോണ്ടങ്ങ് പോവുക. ഗീതു വെച്ച് ഇങ്ങൊന്ന് വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടങ്ങ് പോയി. ഇതിനിടയ്ക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ വയറിൽ കൈയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രിയെ വിളിച്ചുകൊണ്ട് പോയിട്ട്, അല്ല ചേച്ചിക്ക് എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്ത് വിശേഷം? അല്ല ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിശേഷം. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിശേഷമോ? എന്ത് തോന്നിവാസം അടി പെണ്ണെ നീ പറയുന്നത്? നീ എന്നെ അങ്ങനെയാണോടി കണ്ടിരിക്കുന്നത്? ഒരാളുടെ കൂടെ ഒരുമിച്ച് താമസിച്ചെന്ന് കരുതി കുട്ടികളുണ്ടാവുമോ? എന്താ നീ പറയുന്നത്? അപ്പോഴത്തേക്കും വെറുതെ അല്ലല്ലോ താമസിക്കുന്നത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? അയ്യേ, എങ്കിലും എടി നിൻ്റെ സ്വന്തം ഏട്ടനല്ലേ, നിനക്ക് എങ്ങനെ ഇത്രയും മോശമായിട്ട് ചിന്തിക്കാൻ വേണ്ടി സാധിച്ചു? എൻ്റെ പൊന്ന് ഗീതു വെച്ച് കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് പ്രഗ്നൻ്റ് ആയില്ല, എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? ഓ അങ്ങനെ, അയ്യോ അതൊന്നും ഉടനെ വേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. അല്ല പിന്നെ എന്തിനാ ഉടനെ ഈ കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണുമെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞത്? എടി മണ്ടി, അതിന് നീ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യമല്ലേ കണ്ണേട്ടന് ഉദ്ദേശിച്ചത്? അതെന്താടി പൊട്ടി നീ മനസ്സിലാക്കാത്തത്? അതായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന ആണെങ്കിൽ വന്നിട്ട്, ഏതായാലും അയ്യപ്പേട്ടൻ വന്നു, ഇനി ഒരു പറ അരി കൂടുതൽ ഇടേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറഞ്ഞു, എങ്കിൽ പിന്നെ കാഞ്ചനയ്ക്ക് സന്തോഷമാവുമല്ലോ, ആ ഒരു ഇതിൽ ഒരു പറ ചോറ് കൂടുതൽ കാഞ്ചനയ്ക്കും കഴിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചന, ഏതായാലും ഇനിയിപ്പം കറികളും എല്ലാം ഉണ്ടാക്കണ്ടേ, ബുദ്ധിമുട്ടണ്ട, ഒത്തിരി ബുദ്ധിമുട്ടണ്ട, അയ്യപ്പേട്ടൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. തൈരും അച്ചാറും ഉണ്ടെങ്കിൽ തീർന്നു, അത്രേ ഉള്ളൂ പാവം അയ്യപ്പേട്ടന്. അപ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചന പറഞ്ഞു, അതെ അച്ചാറൊക്കെ തീർന്നു. അച്ചാർ തീർന്നിട്ട് എത്ര ദിവസമായി? അച്ചാറുണ്ടാക്കാൻ ഏതായാലും ഞാൻ സഹായിക്കാം കാഞ്ചനേനെ. ഏതായാലും നമുക്ക് തന്നെ ഇവിടെ അച്ചാറുണ്ടാക്കണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ അച്ചാറുണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാങ്ങ മേടിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ മാങ്ങയൊക്കെ അച്ചാർ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണത്തില്ലെന്നേ എന്ന് പറഞ്ഞപ്പം ഗീതു പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എനിക്ക് നന്നായിട്ട് മനസ്സിലായി, കാഞ്ചനയ്ക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനും കറികൾ ഉണ്ടാക്കാനും മടിയാണല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ രാവിലെ ഞാനിവിടെ എണീക്കുമ്പോൾ മാങ്ങ കാണണം, നിറയെ മാങ്ങ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞു, എന്തോ മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പം നാവിലിങ്ങനെ വെള്ളം വരിക. പണ്ട് മുതൽ എനിക്ക് മാങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഉപ്പും കൂട്ടി ആ ഒരു മാങ്ങ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം പ്രിയ, നാളെ മാങ്ങാ ചമ്മന്തി, മാങ്ങാ പച്ചടി, മാങ്ങാ പുളിശ്ശേരി, എന്തൊക്കെ മാങ്ങ കറികളുണ്ടോ അതെല്ലാം നമുക്ക് ഉണ്ടാക്കാം, എന്താ കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗീതു അല്ല പ്രിയ പറഞ്ഞു, ചേച്ചി ഉണ്ടാക്കിയ ഇടിച്ചു കുത്തിയ മാങ്ങാച്ചാറല്ലേ, അത് ഫേമസാ, ഇനിയിപ്പം അത് മതി. എങ്കിൽ പിന്നെ മാങ്ങാ സീസൺ തീരുന്നവരെ എന്നും ഇവിടെ ഇടിച്ചു കുത്തിയ മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരിക്കും. ഏതായാലും ഈ സമയത്ത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. നാളെ കുറച്ച് പച്ചമാങ്ങ നിർബന്ധമാണ്, അത് നിർബന്ധമായിട്ട് ഇവിടെ മേടിക്കണം. ഏതായാലും ഈ പച്ചമാങ്ങയുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ രാധിക നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ കാര്യം കേട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രാധികയാണെങ്കിൽ ഇതെന്താ പറ്റിയത്, ഇവള് പച്ചമാങ്ങയുടെ കാര്യമൊക്കെ പറയുന്നത്? മിക്കവാറും ഇവള് ഗർഭിണി ആയിരിക്കുമോ? ഏതായാലും ഗീതു പറയുമല്ല ഗർഭിണിയാണെങ്കിലും. എൻ്റെ ഈശ്വര, ഇനി ഗർഭിണിയാണെങ്കിൽ എന്ത് ചെയ്യും? ഗോവിന്ദൻ ഏതായാലും പറയാതിരിക്കില്ല, അവൻ എന്നോട് പറയട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടനെയാണ്. അയ്യപ്പേട്ടൻ ഗണപതി കുഞ്ഞിനെ ഇങ്ങനെ
അതായത് ഗണപതി കുഞ്ഞുണ്ടല്ലോ അവിടെ, അതിനെ ഇങ്ങനെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഗണപതി കുഞ്ഞിനെ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയ പോലുമില്ല, എല്ലാവരും എന്നെ മറന്ന പോലെ തന്നെ ഗണപതി കുഞ്ഞിനെയും മറന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഇതെന്താ അയ്യപ്പേട്ട ഞാൻ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാത്തത്? വിജയലക്ഷ്മി അവിടെ കിടന്നുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത് എന്താ? എന്ത് പറയാനാ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഗീതു ഉണ്ടല്ലോ, അതും കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നോളും. അതോർത്ത് ഒട്ടും ഗോവിന്ദൻ കുഞ്ഞ് വിഷമിക്കണ്ട, അവക്ക് തന്ത്രപൂർവമായിട്ട് നിൽക്കാനൊക്കെ അറിയാം. പിന്നെ ഞാൻ എല്ലാ ഗണപതി കുഞ്ഞിൻ്റെയും മുമ്പിൽ പോയി പ്രാർത്ഥിച്ച ഫലമാണ് ഇപ്പം പല പ്രശ്നങ്ങളും മാറി. ഇപ്പം ഇവിടെ ഒരു കുഞ്ഞിക്കാലുണ്ടാകാൻ പോകുന്നത്. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയത് എന്തിനാ? ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാ, അല്ലാതെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാനല്ല. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയട്ടെ, കുഞ്ഞൊറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞത്? കുഞ്ഞൊറ്റയ്ക്കായിട്ടേ ഇല്ല, കുഞ്ഞിൻ്റെ കൂടെ ഗീതു മോളുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനാ ഞാൻ ഓടി വന്നത്. എല്ലാം വിശദമായിട്ടൊന്ന് പറ. എല്ലാം നല്ല വിശേഷങ്ങളൊക്കെ തന്നെ. ഏതായാലും അയ്യപ്പേട്ടനൊന്ന് പോയി കുളിച്ച് വൃത്തിയായിട്ട് വല്ലതും കഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങുക. എന്നിട്ട് നാളെ എല്ലാം പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ അയ്യപ്പേട്ടൻ പറഞ്ഞു, എനിക്ക് ഏതായാലും ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഗണപതി കുഞ്ഞിനൊന്ന് വിളക്ക് വെക്കണം. കണ്ടില്ലേ ഇരിക്കുന്നത് ആകെ പൊടിയൊക്കെ പിടിച്ച് വല്ലാണ്ടായി എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഗീതു അയ്യപ്പേട്ടൻ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഗണപതി കുഞ്ഞിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും അയ്യപ്പേട്ടൻ്റെ ഗണപതി കുഞ്ഞൊന്ന് മനസ്സ് വെക്കണം. ഞാൻ ഒരുപാട് വരങ്ങൾ ഗീതുവിന് കൊടുത്തിട്ടുണ്ട്, ആ വരങ്ങളെക്കുറിച്ചൊക്കെ അറിയാലോ. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് നിന്നേ എന്നിങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി. അപ്പോഴത്തേക്കും ഗണപതിയാണോ പറയുന്നതെന്ന് ഓർത്തിട്ട് നമ്മുടെ ഗോവിന്ദന് ഇതാരാ, ഇതെന്താ അശരീരിയോ? അല്ല, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗണപതിയുടെ അടുത്തുനിന്നൊരു ശബ്ദം കേട്ടു, വരം കൊടുക്കാൻ നീ ആരാ? അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞു. അത് ഞാൻ വെറുതെ നീ കൂടുതൽ ഉരുളുവൊന്നും വേണ്ട, നിനക്കിഷ്ടമാണെങ്കിലേ നീ അവളോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറ, അല്ലാതെ ബ്രോക്കർ പണി ഞങ്ങളെ ഏൽപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ അവളെന്നെ റിജക്റ്റ് ചെയ്താലോ എന്നൊരു പേടി, അതുകൊണ്ടോ? എന്ത് റിജക്റ്റ്? അങ്ങനെ റിജക്റ്റ് ഒന്നും ചെയ്യില്ല, നീ ധൈര്യമായിട്ട് പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അവൾ തിരിച്ചു പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, അവിടെ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പോയോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് പോയി മനസ്സ് തുറന്നിട്ട് തന്നെ കാര്യം, ഞാൻ ഇന്ന് തന്നെ അവളുടെ മുമ്പിൽ ചെന്നിട്ട് മനസ്സ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഗണപതി ഒന്നും സംസാരിച്ചതല്ല, നമ്മുടെ ഗോവിന്ദന് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗീതുവിനെ കാണിക്കുകയാണ്. ഗീതു വിജയലക്ഷ്മിയോട് ഇങ്ങനെ സംസാരിക്കുക, അത് അമ്മേ ഞാൻ ഫോൺ എടുക്കാത്തത് കണ്ണേട്ടൻ കൂടെ ഉള്ളതുകൊണ്ടാട്ടോ എന്നിങ്ങനെ പറയുകയാണ്. ഫോണിൽ കൂടെ ആട്ടോ സംസാരിക്കുന്നത്. അപ്പം വിജയലക്ഷ്മി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സാരമില്ല, ഏതായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മോളുടെ കൂടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പോവാ. ഉറങ്ങിക്കോ, സമാധാനമായിട്ട് അമ്മ സന്തോഷത്തോടു കൂടി കിടന്ന് ഉറങ്ങിക്കോ. ഈ ഗീതു അല്ലേ പറയുന്നത്, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതേ മോളെ, നീയാ ഗീതു എല്ലാം നല്ല വഴിക്ക് കൊണ്ടുവന്നത്. ഒരു നന്ദി വാക്ക് പോലും പറയാൻ നിന്നോട് പറ്റിയില്ല. അതിന് ഇനിയും സമയമില്ല എൻ്റെ അമ്മേ. അമ്മയും രഞ്ജുവും ഒക്കെയുള്ള അറയ്ക്കൽ വീട്, അതാ സത്യത്തിൽ ഞാനിപ്പം സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം സഫലമാകണം. നിങ്ങൾ ഈ വീട്ടിലെത്തണം, സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. ഇവിടെയുള്ള അശരീരിനെയൊക്കെ ഇവിടെ നിന്ന് വെളിയിൽ ചാടിക്കണം. മോളെ, ഇനിയിപ്പം അതൊന്നും മോൾ ഓർക്കണ്ട. എനിക്ക് രഞ്ജുവിനെക്കുറിച്ച് ഓർത്ത് ഒരു സ്വപ്നവും ഞാൻ കാണുന്നില്ല. എല്ലാം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക. പിന്നെ നിനക്കും ഗോവിന്ദനും ജനിക്കുന്ന കുഞ്ഞിന് എൻ്റെ സ്വരങ്ങളൊക്കെ പാടിക്കൊടുത്തിട്ട് മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ കിളവിക്ക് ഇനി എൻ്റെ ആഗ്രഹം ഒരാഗ്രഹവുമില്ല. പിന്നെ ഇനി രണ്ടാളും ആത്മാർത്ഥമായിട്ട് മനസ്സ് വെക്കണം, രണ്ടാളും സ്നേഹിക്കണം. ആ ഒരു കുഞ്ഞിക്കാലിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നീ അവനോട് പറയണം, മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. അല്ല, ഇനിയിപ്പോൾ എന്തിനാ വൈകുന്നത്? അവനും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അതുകൊണ്ട് ഇനി ഇതൊന്നും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, നീ സംസാരിക്കണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ വന്നിങ്ങനെ പതുക്കെ സൈഡിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരോട് സംസാരിക്കുന്നതെന്നറിയില്ല.
അങ്ങനെ നമ്മുടെ ഗീതു പറഞ്ഞു, മനസ്സ് തുറക്കാനൊക്കെ പറയാൻ എളുപ്പമാണ്, ഞാൻ എങ്ങനെ മനസ്സ് തുറക്കും, ഞാൻ എങ്ങനെ സംസാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്. എൻ്റെ പൊന്നു പെണ്ണെ, നീ മനസ്സ് തുറക്ക്. ആരെങ്കിലും ഒരാൾ അയഞ്ഞു കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടുപ്പിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇല്ലമ്മേ, കണ്ണേട്ടന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ വെറുതെയാ മോളെ പറയുന്നത്. എനിക്കറിയാം എൻ്റെ മോൻ്റെ മനസ്സ്. കണ്ണന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, എനിക്ക് പിന്നെ അത് കണ്ണേട്ടന് തുറന്ന് പറഞ്ഞൂടെ? ഇതെന്താ ഇത്, പെണ്ണുങ്ങളാണോ ഇതൊക്കെ പറയുന്നത്? എനിക്കാണെങ്കിൽ എൻ്റെ ഭാവശുദ്ധി നോക്കണ്ടേ? എന്തോന്ന് ഭാവശുദ്ധി? ഭാവശുദ്ധി വെച്ചോണ്ടേ അവിടെ ഇരുന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. നാളെ ഇങ്ങോട്ടേക്ക് വാ, അതൊക്കെ അവതരിപ്പിക്കാനുള്ള ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തരാമെന്ന് രഞ്ജു പറഞ്ഞു കേട്ടോ ഫോണിൽ കൂടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു പറഞ്ഞു, അതെ, നിൻ്റെ ഉപദേശം എനിക്ക് വേണ്ട. ഞാൻ നിൻ്റെ ഏട്ടത്തിയമ്മയാണെന്നുള്ള കാര്യം ഓർക്കണം. പെണ്ണിന് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ഏട്ടത്തിയമ്മയോട് സംസാരിക്കുന്നത്? ഒരു ബഹുമാനം വേണ്ടേ? ഏട്ടത്തിയമ്മയെന്ന് വെച്ചാലേ അമ്മയുടെ സ്ഥാനം വേണം, അമ്മയുടെ സ്ഥാനം. അമ്മയുടെ സ്ഥാനം അല്ലടി, നിനക്ക് അമ്മൂമ്മയുടെ സ്ഥാനം ഞാൻ തരാടി എന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ട് വാടി, ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ രഞ്ജു സംസാരിക്കുന്നു. ഗീതുവിന് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് രഞ്ജു പറയാ, അതെ, ഈ നിമിഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സത്യത്തിൽ നിന്നെയാടി. അതെ, എനിക്കും നിങ്ങളെ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, തൽക്കാലം രണ്ടാളും സ്വപ്നങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുക. ഞാൻ നാളെ രാവിലെ അങ്ങ് പറഞ്ഞെത്താം, അതുപോലെ. എങ്കിൽ പിന്നെ ഫോൺ വെച്ചിട്ട് രണ്ടുപേരും കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് അമ്മയും മോളുടെ സ്നേഹമൊക്കെ പങ്കുവെച്ച് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും നമ്മുടെ ഗോവിന്ദൻ ഇത് മാറി നിന്ന് കേൾക്കുന്നില്ല, കാണുന്നേ ഉള്ളൂ. ആരോടോ സംസാരിക്കുന്നത്, സന്തോഷത്തോടെ നിൽക്കുന്നതോ കാണുന്നത്. ഗീതുവിൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ ഗോവിന്ദന് വലുത്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിനെ രഞ്ജുവിനെയാണ്. അങ്ങനെ രഞ്ജു പറയുക, എത്ര നാളിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചും അതുപോലെ അമ്മയുടെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. അമ്മ ഇപ്പോഴേ മരിക്കാനോ? അമ്മ എന്താ ഈ പറയുന്നത്? ഇനി എത്ര നല്ല കാര്യങ്ങൾ കാണാനിരിക്കുന്നു, എത്ര ആഘോഷങ്ങളിൽ പങ്കെടുക്കാനിരിക്കുന്നു, എത്ര വേദിയിൽ പാട്ട് പാടാനിരിക്കുന്നു. ആ അമ്മയാണോ മരിക്കാൻ പോകുന്നത്? ഈശ്വരൻ തന്ന ഈ സന്തോഷം തന്നെ അമ്മയ്ക്ക് അധികമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നോ? എനിക്കിനി എന്താ ആഗ്രഹം? അല്ല, അമ്മയ്ക്ക് സ്വന്തം മകൻ്റെ കുഞ്ഞിനെ താലോലിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, ആ ഒരാഗ്രഹം എനിക്കുണ്ട്. അതിനു വേണ്ടിയാ ഇനി ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു ചോദിച്ചു, അപ്പോൾ എൻ്റെ കല്യാണം കാണണ്ടേ? എനിക്കും ധ്യാനിനും ജനിക്കുന്ന കുഞ്ഞിനെ താരാട്ട് പാടണ്ടേ? അതിനെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ അമ്മയുടെ സ്നേഹം അതെനിക്ക് തിരിച്ചു തരണം. അതിനുവേണ്ടിയാ ഇപ്പം ഈ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് വാരിക്കോരി എനിക്ക് മകളാണെന്നുള്ള സ്നേഹം തരണം. പിന്നെ ഗോവിന്ദേട്ടൻ്റെയും ഗീതുവിൻ്റെയും ഒക്കെ കൂടെ നമ്മൾ ഒരുമിച്ച് കുറച്ച് നാൾ ജീവിക്കണം. അതൊക്കെ കഴിഞ്ഞു മതി എൻ്റെ വിവാഹം. ഈ കാര്യം ഞാൻ ധ്യാനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ധ്യാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞൊരു കല്യാണം ഒന്നും വേണ്ട, പതിയെ കല്യാണത്തിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മിക്ക് ഒരു കോള് വരികയാണ്. അപ്പം മുരളി എന്നിങ്ങനെ വിളിക്കുമോ ഫോണിലൂടെ? ഞാൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ മുരളിയോട് പറഞ്ഞതല്ലേ. തൽക്കാലം ഇപ്പം എനിക്ക് ഒരു സൗത്ത് ഇന്ത്യ പോലൊരു കച്ചേരിയിൽ എനിക്കിപ്പം വേണ്ട, പാടാൻ വയ്യ. പിന്നെ കൽക്കട്ട, ഞാനൊരു കാര്യം പറയട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടാൻ 2 കേസും ഓരോരോ ഏർപ്പാടുകളുമായിട്ട് ഇറങ്ങിയേക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് രഞ്ജു ചോദിച്ചു, അമ്മ എന്തിനാ പ്രോഗ്രാം വേണ്ടെന്ന് വെക്കുന്നത്? എല്ലാം ഒതുങ്ങി സമാധാനം ആകുന്നത് വരെ സത്യത്തിൽ ഇപ്പം അമ്മയ്ക്ക് പാടാനൊന്നും പറ്റില്ല. ഈ ഫീൽഡിൽ നിന്ന് ഇപ്പോൾ പതിയൊന്ന് മാറി നിൽക്കണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ശുദ്ധമായൊരു മനസ്സിൽ നിന്ന് ശുദ്ധ സംഗീതം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം അമ്മയുടെ മനസ്സ് ശുദ്ധമല്ല. അതുകൊണ്ട് നന്നായിട്ട് ഒരു കച്ചേരി അവതരിപ്പിക്കാനും എനിക്ക് പറ്റില്ല. ഞാൻ നന്നായിട്ട് അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരിക്കുക മോളെ. അതുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാം ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രഞ്ജു പറഞ്ഞു, എൻ്റെ അമ്മ ഇനി അസ്വസ്ഥതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിജയലക്ഷ്മിയുടെ മകള്, പാട്ടുകാരി വിജയലക്ഷ്മിയുടെ മകളെന്നറിയുന്നതാ എനിക്ക് അഭിമാനം. അതുകൊണ്ട് അമ്മ അവസാന ശ്വാസം വരെ പാട്ട് പാടണം, സംഗീതം കൈവിടാനേ പാടില്ല. ആ പേരിൽ വേണം ഈ രഞ്ജുവും അറിയപ്പെടാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി ഇതൊക്കെ കേട്ടിട്ട് തല കുലുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വിജയലക്ഷ്മിയുടെ മനസ്സ് നിറയെ വിഷമമാണ്. രഞ്ജു മരിക്കാൻ പോവുകയാണല്ലോ, അധികം നാൾ ആയുസില്ലല്ലോ എന്ന ആ ഒരു വേദന എപ്പോഴും നമ്മുടെ വിജയലക്ഷ്മിയുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ
നമ്മുടെ അയ്യപ്പേട്ടൻ വന്ന് ചോറൊക്കെ അങ്ങോട്ട് കുഴച്ച് വെട്ടി അടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണല്ലോ വീട്ടിൽ നിന്ന് ചോറുന്നത്. ഇത് കണ്ടിട്ടാണ് കാഞ്ചനയുടെ കണ്ണൊക്കെ വെളി വരുന്നുണ്ട്. നമ്മുടെ അയ്യപ്പേട്ടൻ ഒത്തിരി നാളായി ഇതുപോലെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാഞ്ചനെ, നീ ഓരോ ദിവസവും ചെല്ലുന്തോറും നിൻ്റെ കൈപുണ്യം കൂടിക്കൂടി വരികയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കാഞ്ചന വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചങ്കിലങ്ങാണ്ടൊക്കെ ചോറ് വന്നിരുന്നിട്ട് എന്തോ ഒരു വെപ്രാളപ്പെട്ട ഒരവസ്ഥയിലാട്ടോ നമ്മുടെ അയ്യപ്പേട്ടനുള്ളത്. അപ്പോഴത്തേക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസമായി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രാധികയല്ല കാഞ്ചന ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയ്യപ്പണ്ണന് തീർത്ഥയാത്രയ്ക്ക് പോയതാണോ അതോ പട്ടിണി യാത്രയ്ക്ക് പോയതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേഖ പറഞ്ഞു, അല്ല അയ്യപ്പേട്ടൻ എന്താ നല്ല ഭക്ഷണമൊന്നും കിട്ടിക്കാണൂല അല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ പൊന്ന് രേഖ മോളെ, ഈ വിവരമില്ലാത്ത കാഞ്ചനോട് മോൾ എന്തിനാ സംസാരിക്കുന്നത്? ആ സമയത്ത് എൻ്റെ പൊന്ന് രേഖ മോളെ, നീ എന്തെങ്കിലും എടുത്ത് കഴിക്കുക, അല്ലാതെ ഇവള് പറയുന്നത് കേട്ടിട്ട് അതിന് ഓരോന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. നീ ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ നന്നാക്കാൻ നോക്കെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേഖ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചനയോട് പറഞ്ഞു അയ്യപ്പേട്ടൻ, എൻ്റെ കാഞ്ചനെ, നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിനോട് രുചിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം. അങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിൻ്റെ ടേസ്റ്റ്. അത് മനസ്സിലാകണമെങ്കിലേ പുറത്ത് പോയി തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ചോറ് കിട്ടാതെ ഇരിക്കണം. അപ്പം മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അയ്യപ്പേട്ടൻ ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഞാനല്ലേ നാളെ പച്ചമാങ്ങ ഉണ്ടാക്കാൻ പോകേണ്ടത്. പച്ചമാങ്ങയോ? ഗീതു പാപ്പയ്ക്ക് പച്ചമാങ്ങ കഴിക്കണമെന്ന് പറഞ്ഞോ? പച്ചമാങ്ങ കഴിക്കണം. നാളെ രാവിലെ ഈ വീട്ടിലെ അടുക്കള നിറയെ പച്ചമാങ്ങ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് നമ്മുടെ അയ്യപ്പേട്ടന് വലിയ സന്തോഷമാകാണ് കേട്ടോ. അയ്യപ്പേട്ടനാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഞാൻ തീർത്ഥാടനത്തിന് പോയത് തന്നെ ഇവർക്ക് കുഞ്ഞിക്കാലം ഉണ്ടാകാനാണല്ലോ, അപ്പം എൻ്റെ ഗണപതി കുഞ്ഞ് അനുഗ്രഹിച്ചത് തന്നെയാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.